എന്തെങ്കിലും ഒരു സോഷ്യൽ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു എൻഫോഴ്സ്മെന്റ് പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഇത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഇതിനെ നേരിടാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളുടെ കയ്യിലൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോയാൽ മതിയോ? നമ്മൾ എങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എങ്ങനെയാണ് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്പിരിറ്റ് വന്നിരുന്ന സംസ്ഥാനം. മാറി മാറി വന്ന ഗവൺമെന്റുകൾക്ക് അത് റോളുണ്ട്, അത് വരാതിരിക്കാൻ. ഇന്ന് വരുന്നില്ല, വേറെ തരത്തിൽ വരുന്നില്ല. ഔട്ട് ഓഫ് ദ വേ വളരെ കുറച്ചാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ അന്ന് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവരുന്നത് പിടിക്കുമ്പോൾ അതിന്റെ സോഴ്സ് അന്വേഷിച്ച് പോയി. കേരളത്തിലെ പോലീസ് അന്ന് ഫലപ്രദമായി എൻഫോഴ്സ്മെന്റ് നടത്തി. സോഴ്സിൽ പോയി പിടിച്ചു, സോഴ്സിൽ പോയി പലരെ അറസ്റ്റ് ചെയ്തു. അവസാനം സ്പിരിറ്റ് ലോബി തീരുമാനിച്ചു കേരളത്തിലേക്ക് ഇനി സ്പിരിറ്റ് അയക്കേണ്ടതാണ്. സാർ, ഇത്രയും വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ 2 IG-മാരെ ചുമതലപ്പെടുത്തും. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള 2 ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ചുമതലപ്പെടുത്തി 2 റീജിയൻ കൊടുക്ക്. സദേൺ റീജിയനും നോർത്തേൺ റീജിയനും. അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്ക്. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷനുള്ള അവസരം കൊടുക്ക്. എന്നിട്ട് പിടിക്കുന്ന ഒരു 25 കേസ് നിങ്ങൾ പിടിക്കുന്നുണ്ടല്ലോ, പിടിച്ചാൽ അത് എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് ആ നെറ്റ്വർക്കിലുള്ളത്, ഈ കണ്ണി ഏതാണ്, കണക്ഷൻ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഇത് എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് കേരളത്തിലേക്ക് ഇത്രയും വലിയ ക്വാണ്ടിറ്റി വരുന്നു എന്ന് നിങ്ങൾ ഒരു 25 കേസിൽ പിടിച്ച് അവരെ അകത്താക്കിയാൽ ഞാൻ പറയും സ്പിരിറ്റിൽ ഉണ്ടായതുപോലെ കേരളത്തിലേക്ക് ഇനി ഡ്രഗ്സ് അയക്കണ്ട എന്ന് ഈ ഡ്രഗ്സ് ലോബി, ഈ ലഹരി മരുന്ന് മാഫിയ തീരുമാനിക്കും. അങ്ങനെ ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തണ്ടേ? ഗവൺമെന്റ് അല്ലേ, പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുമോ? ഇത് ഗവൺമെന്റിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല അങ്ങയുടെ നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയത്. അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പോലീസ് അങ്ങയുടെ കീഴിലാണ്. 2 ഫോഴ്സ്, എക്സൈസ് ഉണ്ട്. ഇത് എൻഫോഴ്സ്മെന്റ് നടത്തേണ്ട ആളുകളാണ്. അവര് പാട്ടും പാടി ബോധവൽക്കരണത്തിനെതിരായിട്ടല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ജോലി അതല്ല. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ, വിദ്യാഭ്യാസ വകുപ്പിനെയോ സാമൂഹ്യക്ഷേമ വകുപ്പിനെയോ വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്ക്. ഇവരെ അവർക്ക് അതിനൊന്നും നേരമില്ല. കാരണം അവർക്ക് മര്യാദയ്ക്ക് വാഹനമില്ല, മര്യാദയ്ക്കുള്ള പോലീസ് ഫോഴ്സ് ഇല്ല. ഇപ്പൊ തന്നെയുള്ള ആള് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഉള്ള ജോലിയുടെ ഇരട്ടി ജോലി ചെയ്യുന്ന അവരുടെ സമ്മർദ്ദം. അപ്പൊ കൂടുതൽ ജോലി അവരെ ഏൽപ്പിക്കുകയില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അവരെ എൻഫോഴ്സ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ശക്തിയാകണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 23 വർഷം മുമ്പ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ ഒരു ഡെലിഗേറ്റായി അവരുടെ ക്ഷണപ്രകാരം അമേരിക്ക സന്ദർശിച്ച സമയത്ത്